നമസ്കാരം, KC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലൈംഗികാതിക്രമങ്ങളും സ്ത്രീകൾക്കെതിരെ അധിക്ഷേപങ്ങളും കലങ്ങിമറിഞ്ഞ ലോക വനിതാ ദിനത്തിൽ വനിതാ ജനപ്രതിനിധികൾക്ക് ഗുജറാത്തിൽ ഭരണകൂടത്തിന്റെ അധിക്ഷേപം. സംഭവത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ടൗണിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ബന്ദിയോട് ബേക്കൂറിൽ മദ്യവിൽപ്പന നടത്തിയ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിനു നേരെ അക്രമം. എക്സൈസ് ഇൻസ്പെക്ടർ അടക്കം 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധവുമായി കുടുംബശ്രീ പ്രവർത്തകർ. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് കുടുംബശ്രീ പ്രവർത്തകർ സിലിണ്ടറുകൾ കൊണ്ട് അടുപ്പ് കൂട്ടി. പരിസ്ഥിതി സംരക്ഷണം വിളിച്ചോതി ജില്ലാ ശുചിത്വ മിഷൻ കലാജാഥ കാസർഗോഡ്. പുഴകളും മണ്ണും മരങ്ങളും സംരക്ഷിക്കാൻ പ്ലാസ്റ്റിക് വിമുക്ത ലക്ഷ്യത്തിനായി ശുചിത്വ മിഷന്റെ തെരുവ് നാടകം അരങ്ങേറി. കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് വർക്കേഴ്സ് പ്രതിഷേധം ശക്തമാക്കുന്നു. ജീവനക്കാർ മാർച്ച് 16-ന് അഖിലേന്ത്യാ തലത്തിൽ പണിമുടക്കും. വാഹന പ്രചരണ ജാഥയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണങ്ങൾ. വാർത്തകൾ വിശദമായി. ലോക വനിതാ ദിനത്തിൽ കേരളത്തിൽ നിന്നും ഗുജറാത്തിലെത്തിയ വനിതാ ജനപ്രതിനിധികൾക്ക് ഭരണകൂടത്തിന്റെ അധിക്ഷേപം. വനിതാ ദേശീയ സമ്മേളനത്തിനെത്തിയ പ്രതിനിധികളോട് ശിരോവസ്ത്രം അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ദേശീയ സമ്മേളന വേദിയിലാണ് സംഭവം. വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നുമെത്തിയ 3 വനിതാ പഞ്ചായത്ത് അധ്യക്ഷരുടെ ശിരോവസ്ത്രം അഴിച്ചുവെക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. വയനാട് ജില്ലയിലെ മുപ്പൈനാട് പഞ്ചായത്ത് അധ്യക്ഷ ഷെഹർബാൻ സൈദലവി, കാസർഗോഡ് ജില്ലയിലെ ചെങ്കള പഞ്ചായത്ത് അധ്യക്ഷ ഷാഹിന സലീം, തൃക്കരിപ്പൂർ പഞ്ചായത്ത് അധ്യക്ഷ VP ഫൗസിയ തുടങ്ങിയവർക്കാണ് വനിതാ ദിനത്തിൽ തന്നെ ഇത്തരമൊരു അധിക്ഷേപം നേരിടേണ്ടി വന്നത്. പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ കറുത്ത ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ലെന്നായിരുന്നു ന്യായം. സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തൊട്ടാകെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചു. മതേതരത്വ രാജ്യത്ത് വിശ്വാസാചാരങ്ങൾ അനുഷ്ഠിക്കുന്ന വസ്ത്രങ്ങൾ അഴിച്ചുവെക്കാൻ ആവശ്യപ്പെട്ടത് തികച്ചും അപഹാസ്യമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പറഞ്ഞു. കാസർഗോഡ് ജില്ലക്കാരായ ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റോടും തൃക്കരിപ്പൂർ പ്രസിഡന്റിനോടും ശിരോവസ്ത്രം അതുപോലെ തലയിലെ തട്ടവും മാറ്റിയാൽ മാത്രമേ ഹാളിനകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചപ്പോൾ സ്വാഭാവികമായും ഇവർ പ്രതികരിച്ചു. ഞങ്ങളുടെ വിശ്വാസാചാരം അനുസരിച്ചുള്ള ഈ വസ്ത്രം മാറ്റിക്കൊണ്ട് അകത്ത് കയറുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞത്, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് കൂടെ വന്ന മറ്റ് സഹായികളുണ്ട്, അവർക്കിരിക്കാൻ പറ്റിയ ബാൽക്കണിയിൽ പോയി ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ബാൽക്കണിയിൽ ഇരിക്കാനല്ല ഞങ്ങൾ വന്നത്, ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് ഞങ്ങൾ അപമാനിക്കലാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രതിഷേധിച്ചത്. കേരളത്തിലെ 117 പ്രസിഡന്റുമാരും ഒരേ മനസ്സോട് കൂട്ടി പ്രതിഷേധം ഉയർത്തിയപ്പോഴാണ് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം അവർ ഹാളിനകത്ത് പ്രവേശിപ്പിച്ചത്. ഇത് ഒരു തരത്തിൽ ഒരു ഫാസിസമാണ്, ഒരു ധാർഷ്ട്യമാണ് കാണിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മതേതര ജനാധിപത്യ രാജ്യമായി ഈ രാജ്യത്തിനകത്ത് എല്ലാ വിശ്വാസാചാരങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ അധികാരമുള്ള ഈ രാജ്യത്തിനകത്താണ് വിശ്വാസാചാരം അനുസരിച്ചുള്ള വസ്ത്രം ഉപേക്ഷിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. ഇത് ജനപ്രതിനിധികളോട് കാട്ടിയ ഏറ്റവും ക്രൂരമായ ഒരു അവഗണനയും അപഹാസ്യവുമാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ടൗണിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AKM അഷറഫ്, മുഹമ്മദ് കുഞ്ഞി ചായൻ്റെടി, നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, വൈസ് ചെയർമാൻ LA മുഹമ്മദ് ഹാജി, പഞ്ചായത്ത് അധ്യക്ഷരായ AA ജലീൽ, KA മുഹമ്മദ് അലി, കലക്ടർ അബ്ദുൽ ഖാദർ, A അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കുമ്പള ബന്ദിയോട് രഹസ്യമായി മദ്യവിൽപ്പന നടക്കുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് റെയ്ഡിനെത്തിയ എക്സൈസ് സംഘത്തിനു നേരെ അക്രമം. സംഭവത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ അടക്കം 2 പേർക്ക് പരിക്കേറ്റു. കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. ബന്ദിയോട് ബേക്കൂറിൽ വീട്ടിൽ മദ്യം സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്ന വിവരമറിഞ്ഞാണ് എക്സൈസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത്. പരിശോധനയ്ക്കിടെയായിരുന്നു സംഘത്തിനു നേരെ ആക്രമണം നടന്നത്. എക്സൈസ് സംഘത്തെ ആക്രമിച്ചവർ മദ്യവിൽപ്പന നടത്തിയ പ്രതികളെ ബലമായി മോചിപ്പിച്ചു. സംഭവത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ റോബിൻ ബാബു, സിവിൽ ഓഫീസർ ശ്രീകാന്ത് തുടങ്ങിയവർക്ക് പരിക്കേറ്റു. പരിശോധന നടത്തിയ സന്തോഷ് നഗറിലെ രാജേഷിൻ്റെ വീട്ടിൽ നിന്നും 1 കേസ് മദ്യവും ബൈക്കിൽ സൂക്ഷിച്ച മദ്യക്കുപ്പികളും പിടികൂടി. വിവരമറിഞ്ഞ് പോലീസ് എത്തിയെങ്കിലും അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 10ഓളം പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. ഗ്യാസ് സിലിണ്ടറുകൾ അടുപ്പുകല്ലാക്കി പാചകവാതക വില വർധനവിനെതിരെ കുടുംബശ്രീ പ്രവർത്തകർ കാസർഗോഡ് പ്രതിഷേധ സമരം നടത്തി. വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധ നേടിയെങ്കിലും സമരരീതി സാഹസമായി പോയെന്നും വിലയിരുത്തലുണ്ട്.
കാസർഗോഡ് നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് പാചകവാതക വിലക്കെതിരെ പ്രതിഷേധ സമരം നടത്തിയത്. പ്രതിഷേധ പ്രകടനം നഗരസഭാ പരിസരത്തു നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകർ ഗ്യാസ് കുറ്റിയിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം നടത്തി. വ്യത്യസ്തമായ സമരരീതിയാണെങ്കിലും അപകടം നിറഞ്ഞ സമരമാണെന്നും വിലയിരുത്തലുണ്ട്. CDS അധ്യക്ഷ ഷെക്കില മജീദ് സമരം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും CDS ചെയർപേഴ്സൺ KCN ന്യൂസിനോട് പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അടിക്കടി അതിക്രമങ്ങൾ അധികരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതിനുള്ള ഒരു ചെറിയൊരു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു പ്രയത്നമെങ്കിലും ഞങ്ങളാൽ ചെയ്യണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. പിന്നെ വർദ്ധിച്ചു വരുന്ന ഗ്യാസ് വില വർധനവ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വില വർധനവാണ് ഇന്ന് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വില വർധനവിന് സബ്സിഡി ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ സബ്സിഡി എടുക്കാൻ വേണ്ടി ഇപ്പോൾ കടപ്പുറം ഭാഗത്തൊക്കെ എത്രയോ ഞങ്ങൾ അയൽക്കൂട്ടാംഗങ്ങൾ എല്ലാ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. CDS വൈസ് ചെയർപേഴ്സൺ സുഹറ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സമരത്തിൽ നഗരസഭാ പരിധിയിലെ വിവിധ അയൽക്കൂട്ടം പ്രവർത്തകർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷൻ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ശുചിത്വ സന്ദേശ കലാജാഥ സംഘടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമാക്കിയാണ് ജില്ലാ ശുചിത്വ മിഷൻ ഇത്തരമൊരു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ചരിത്രത്തെ ചവിട്ടിമതിച്ചുകൊണ്ടുള്ള ഒരു യാത്രയും നമുക്ക് സാധ്യമല്ല. അടുക്കത്തിലെ ചെമ്പന്റെ ചരിത്രം നമ്മൾ അറിയേണ്ടത്. സംസ്ഥാനത്ത് ദിനംപ്രതി പുഴകളും മണ്ണും മരങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കുകൾ സമൂഹത്തിലാകെ പടർന്നു പന്തലിച്ച് വലിയ വിപത്തായി മാറിയിരിക്കുന്നു. ഈ വേളയിലാണ് ജില്ലാ ശുചിത്വ മിഷൻ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ശുചിത്വ സന്ദേശ കലാജാഥ സംഘടിപ്പിച്ചത്. കലാജാഥയിൽ ചെമ്പൻ എന്ന തെരുവു നാടകം അരങ്ങേറി. കഴിഞ്ഞ മാസം എത്ര വലിയ കുന്നായിരുന്നു, കഴിഞ്ഞ ആഴ്ച അത് ചെറുതായി, ഇന്നലെ തീരെ ചെറുത്. മാനവരാശിക്ക് വിപത്തായ പ്ലാസ്റ്റിക്കുകൾ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വെളിപ്പെടുത്താനാണ് ഇത്തരം കലാജാഥ ഒരുക്കിയതെന്ന് സംവിധായകൻ ഗോപി കുറ്റിക്കോൽ പറഞ്ഞു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മളെ ബാധിക്കാൻ പോകുന്ന പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ മാലിന്യങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിച്ച കലാജാഥയാണ് നടക്കുന്നത്. ഇതിൽ അവതരിപ്പിക്കുന്ന ചെമ്പൻ എന്നുള്ള തെരുവുനാടകം ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിരവധി വലിയ വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ദൂഷ്യവശങ്ങളും അത് ഭാവി തലമുറയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഈ നാടകത്തിലൂടെ പറഞ്ഞു വരുന്ന വിഷയം. നാടകത്തിൽ ഹരിദാസ് KPSC, കിരൺ നിരിയണ്ണി, രതീഷ് കാടകം, ബിനോജ്, ഹരിപ്പായം, വിനോദ് ബോവിക്കാനം, തുളസീധരൻ ചെർക്കള, ഉദയൻ കാടകം, സജീഷ് തുടങ്ങിയവർ അഭിനയിച്ചു. നീ പറയുന്ന കാര്യത്തിൽ വേറെ ആരും കേൾക്കുന്നില്ലല്ലോ. ഇവരെല്ലാരും ഫോണിൽ ഫോട്ടോ എടുക്കാനും കൈകെട്ടി നോക്കി നിൽക്കാനും അല്ലാണ്ട് നീ പറയുന്ന ഈ കാര്യത്തിലൊന്നും ആരും കേൾക്കുന്നില്ലല്ലോ. നിനക്ക് മാത്രം ഈ കാര്യത്തിൽ കേൾക്കുന്നത്. വെള്ളത്തോടൊപ്പം കുപ്പിയും വിഴുങ്ങണം എന്നല്ല ഈ നാടകം നമ്മളോട് പറയുന്നത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ആമാശയത്തിന് സംഭവിക്കുമെന്ന് നാം ഭയക്കുന്നത് എന്താണോ അതാണ് ആ കുപ്പി വലിച്ചെറിയുമ്പോൾ ഭൂമിക്കും സംഭവിക്കുന്നതും. പ്ലാസ്റ്റിക് അടക്കം മണ്ണിനെ പ്രതിരോധത്തിലാക്കുന്ന മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ ഇനിയെങ്കിലും നമ്മൾ തയ്യാറാകാത്ത പക്ഷം മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ നശിക്കുമെന്ന താക്കീതാണ് നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് വർക്കേഴ്സ് വാഹന പ്രചരണ ജാഥയ്ക്ക് കാസർഗോഡ് സ്വീകരണം നൽകി. NDA സർക്കാരിൻ്റെ വാഗ്ദാന ലംഘനത്തിനെതിരെ മാർച്ച് 16 നടക്കാനിരിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിൻ്റെ ഭാഗമായാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരോട് കാണിക്കുന്ന വാഗ്ദാന ലംഘനത്തിനെതിരെയാണ് കോൺഫെഡറേഷൻ ഓഫ്
സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് വർക്കേഴ്സ് പ്രതിഷേധം ശക്തമാക്കുന്നത്. മാർച്ച് 16-ന് ജീവനക്കാർ അഖിലേന്ത്യാ തലത്തിൽ പണിമുടക്കും. ഇതിൻ്റെ ഭാഗമായാണ് ജില്ലയിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. പ്രചരണ ജാഥയ്ക്ക് കാസർഗോഡ് സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിയിൽ CH ഗോപി, KP പ്രേംകുമാർ, MC രാധാകൃഷ്ണൻ, CK അശോക് കുമാർ, രാമകൃഷ്ണൻ, രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഖാദി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം നീലേശ്വരത്ത് സമാപിച്ചു. മിനിമം കൂലി അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നീലേശ്വരം NG കമ്മത്ത് ഹാളിൽ നടന്ന ഖാദി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം CATU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യപരമായ പ്രവർത്തനം പറയുന്നത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ, അവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് പരിഗണിക്കാൻ, തൊഴിലാളികൾ പറയുന്ന വിഷയങ്ങളിൽ വല്ല കഴമ്പുമുണ്ടോ എന്ന പരിശോധന നടത്തി അത് നമ്മുടെ സംഘടനക്കകത്തും വ്യവസായത്തിനകത്തും നടപ്പാക്കി തൊഴിലാളി പങ്കാളിത്തത്തോടു കൂടിയുള്ള സംഘടനാ പ്രവർത്തനമാണ് ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നത്. CATU എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു, ഈ സംഘടന തൊഴിലാളികളുടെ സംഘടനയാണ്. എല്ലാ തൊഴിലാളികളും നൂൽ നൂൽക്കുന്ന, നെയ്യുന്ന, ഖാദി സെല്ലിൽ ജോലി ചെയ്യുന്ന ഏത് തൊഴിലാളികളും നമ്മുടെ സംഘടനയിൽ ചേരാം. അവിടെ ഒരു പരിഗണനയില്ല. TV ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ഖാദി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ധനഞ്ജയൻ, CATU ജില്ലാ വൈസ് പ്രസിഡന്റ് K നാരായണൻ, K കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. P കമലാക്ഷൻ സ്വാഗതം പറഞ്ഞു. ഖാദി മേഖലയിൽ മിനിമം കൂലി അടിയന്തരമായും നടപ്പിൽ വരുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പടന്നക്കാട്ടെ അച്ചാമ്മയുടെ മരണം ആസൂത്രിത കൊലപാതകമെന്ന് ബന്ധുക്കൾ. 18 വർഷം മുമ്പ് മരണപ്പെട്ട ഗൂഡല്ലൂരിലെ ജോസ് പോളിന്റെ ഭാര്യ അച്ചാമ്മയുടെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 18 വർഷം മുമ്പാണ് ത്രേസ്യാമ്മയുടെ മകളും ജോസ് പോളിന്റെ ഭാര്യയുമായ അച്ചാമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ബന്ധുക്കൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അരൂർ നിലയം പള്ളി സെമിത്തേരിയിൽ നിന്നും ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷം അകത്ത് എന്നതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെ തുടർന്ന് CBI അന്വേഷണം നടത്തുകയും ജോസ് പോളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് കേസ് ചുരുങ്ങിയ വകുപ്പുകളിലേക്ക് ചുരുക്കുകയായിരുന്നെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അന്നേരം അത് ശരിയല്ല. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ പോലും കയറാതെ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയ കന്യാസ്ത്രീ ഡോക്ടർ ഒഴിവായി പോകുന്ന ഒരു സാഹചര്യം, അത് ഒഴിവാക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും മദ്രാസിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കേസ് കൊടുത്ത് അത് കിട്ടാതെ വന്നപ്പോൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി വളരെ കണ്ടീഷനായിട്ടുള്ള ഒരു ഉത്തരവിട്ടു. അച്ചാമ്മയുടെ പേരിലുള്ള സ്വത്ത് തട്ടിയെടുക്കാനാണ് ജോസ് പോൾ ഉൾപ്പെടെയുള്ളവർ ശ്രമം നടത്തിയതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. കേസിന്റെ കാര്യത്തിൽ പൊതുസമൂഹവും പോലീസ് അധികൃതർ നൽകുന്ന പിന്തുണയ്ക്ക് ബന്ധുക്കൾ നന്ദി അറിയിച്ചു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അച്ചാമ്മയുടെ മാതാവ് ത്രേസ്യാമ്മ, സഹോദരൻ ശശി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ശതാബ്ദി നിറവിലെത്തിയ കുട്ടമത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇനി വികസനത്തിൻ്റെ പാതയിലേക്ക്. സ്കൂളിൽ വികസന സെമിനാർ നടത്തി. പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാലയത്തെ ഇനിയും മികവിൻ്റെ ഉയരങ്ങളിലെത്തിക്കാൻ തീരുമാനം. 1000 കുരുന്നുകളെ നന്മയുടെ നിറകുടങ്ങളാക്കി വളർത്തി 100ാം വയസ്സിലേക്ക് കാലൂന്നി നിൽക്കുന്ന കുട്ടമത്ത് സ്കൂളിനെ കൂടുതൽ മികവിലേക്ക് നയിക്കാനും വിദ്യാലയ വികസനം എന്ന സദുദ്യമത്തിൽ നാട്ടാരെ കണ്ണിയാക്കാനും ലക്ഷ്യമിട്ട് നടന്ന വിദ്യാലയ വികസന സെമിനാർ M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. T നാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ ദേവരാജൻ വികസന രേഖ അവതരിപ്പിച്ചു. വിവിധ തലങ്ങളിലായി 23 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്. 3 കോടി രൂപ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. 1 കോടിയോളം രൂപ നബാർഡിൽ നിന്നും, ബാക്കി തുക MLA MP ഫണ്ട് വഴിയും സ്വരൂപിക്കുമെന്നാണ് വികസന രേഖയിൽ പറയുന്നത്. ആധുനിക രീതിയിലുള്ള ലൈബ്രറി കെട്ടിടം, ഭക്ഷണശാല, നീന്തൽക്കുളം, 400 മീറ്റർ ട്രാക്കോടെയുള്ള മൈതാനം, സെമിനാർ ഹാൾ എന്നിവയാണ് ലക്ഷ്യമിടുന്ന പ്രധാന വികസന പ്രവർത്തനങ്ങൾ. ജില്ലാ പഞ്ചായത്ത് അംഗം PC സുബൈദ, പഞ്ചായത്ത് അംഗം KV കുഞ്ഞിരാമൻ, ഡയറ്റ് പ്രിൻസിപ്പാൾ PV കൃഷ്ണകുമാർ, K സുമിത്ര, K സത്യഭാമ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ സൂര്യനാരായണ കുഞ്ചുരായർ സ്വാഗതവും PV ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ അഭിഭാഷ വൃത്തിയുടെ 50 വർഷം പിന്നിടുന്നു. ഹോസ്ദുർഗ് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 50ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും. മാർച്ച് 11-ന് നടക്കുന്ന വാർഷികാഘോഷ പരിപാടി കേരള ഹൈക്കോടതി ജഡ്ജി PN രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഹോസ്ദുർഗ് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് അഡ്വക്കേറ്റ് CK ശ്രീധരന്റെ അഭിഭാഷക വൃത്തിയുടെ 50ാം വാർഷികം മാർച്ച് 11-ന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നത്. ആകാശ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് PN രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് NK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ജസ്റ്റിസ് P ഉബൈദ് ഉപഹാരസമർപ്പണം നടത്തും. ജസ്റ്റിസ് സിറേഖ് ജോസഫ് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് R ബസൻ വിഷയാവതരണം നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ TK സുധാകരൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ചന്ദ്രശേഖരൻ, മനോജ് കുമാർ, ശശീന്ദ്രൻ,
ബാബുരാജ്, രാജ്മോഹൻ, KV ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് കടപ്പുറം സ്വതക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പണികഴിപ്പിച്ച 4 വീടുകളുടെ താക്കോൽദാനവും മതപ്രഭാഷണവും മാർച്ച് 9 മുതൽ 12 വരെ നടക്കും. 12-ന് വൈകുന്നേരം 4 മണിക്ക് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കാഞ്ഞങ്ങാട് കടപ്പുറം സ്വതക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് നിർധനരായ 4 കുടുംബങ്ങൾക്കായി വീടുകൾ ഒരുക്കിയത്. വീടുകളുടെ താക്കോൽദാനം റഹ്മ 2017 മാർച്ച് 9 മുതൽ 12 വരെ തീയതികളിലായാണ് നടക്കുന്നത്. 9-ന് രാത്രി 8 മണിക്ക് നടക്കുന്ന പ്രഭാഷണ പരമ്പര M. ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും. സ്വതക ജനറൽ കൺവീനർ CH അഹമ്മദ് കുഞ്ഞി ഹാജി അധ്യക്ഷനാവും. മുഹമ്മദ് സ്വാലിദ് ബത്തേരി മുഖ്യപ്രഭാഷണം നടത്തും. മാർച്ച് 10-ന് രാത്രി 8 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സംയുക്ത ജമാഅത്ത് ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കായ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. 12-ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ട്രസ്റ്റ് ചെയർമാൻ മൊയ്തീൻ കുഞ്ഞി അധ്യക്ഷനാവും. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ബൈത്തു സ്വതകയുടെ താക്കോൽദാനം നിർവഹിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മൊയ്തീൻ കുഞ്ഞി, കൺവീനർ CH അഹമ്മദ് ഹാജി, ട്രഷറർ AM അബൂബക്കർ ഹാജി, രക്ഷാധികാരി C. യൂസഫ് ഹാജി, CH അസ്ലം, M. ഹനീഫ, നാസർ കൊളവയൽ, CK സിദ്ദിഖ്, മദനിയ മൊയ്തു തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലൈംഗികാതിക്രമങ്ങളും സ്ത്രീകൾക്കെതിരെ അധിക്ഷേപങ്ങളും കലങ്ങിമറിഞ്ഞ ലോക വനിതാ ദിനത്തിൽ വനിതാ ജനപ്രതിനിധികൾക്ക് ഗുജറാത്തിൽ ഭരണകൂടത്തിന്റെ അധിക്ഷേപം. സംഭവത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ടൗണിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ബന്ദിയോട് ബേക്കൂറിൽ മദ്യവിൽപ്പന നടത്തിയ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിനു നേരെ അക്രമം. എക്സൈസ് ഇൻസ്പെക്ടർ അടക്കം 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധവുമായി കുടുംബശ്രീ പ്രവർത്തകർ. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് കുടുംബശ്രീ പ്രവർത്തകർ സിലിണ്ടറുകൾ കൊണ്ട് അടുപ്പുകൂട്ടി. പരിസ്ഥിതി സംരക്ഷണം വിളിച്ചോതി ജില്ലാ ശുചിത്വ മിഷൻ കലാജാഥ കാസർഗോഡ്. പുഴകളും മണ്ണും മരങ്ങളും സംരക്ഷിക്കാൻ പ്ലാസ്റ്റിക് വിമുക്ത ലക്ഷ്യത്തിനായി ശുചിത്വ മിഷന്റെ തെരുവു നാടകം അരങ്ങേറി. കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് വർക്കേഴ്സ് പ്രതിഷേധം ശക്തമാക്കുന്നു. ജീവനക്കാർ മാർച്ച് 16-ന് അഖിലേന്ത്യാ തലത്തിൽ പണിമുടക്കും. വാഹന പ്രചരണ ജാഥയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണങ്ങൾ. വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.